ഹായ് ഹലോ രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ എവിടേക്കാ പോണെന്ന് അറിയോ? ഇത് ഇങ്ങനെ പോവാണ് അമ്മ. കാണിച്ചു തരാം, വാ. എങ്ങടെ പോണെന്ന് കൂടെ വാ, കാണിച്ചു തരാം. അമ്മ ഇത് എങ്ങനെ പോവാണ്, എങ്ങടെന്നറിയോ? അമ്മയ്ക്ക് ഷുഗർ കൂടുതലാ കുട്ടികളെ ഇപ്പോ. അപ്പൊ അമ്മ നാളെ ഡോക്ടറെ അടുത്തേക്ക് പോവാണ് ഷുഗർ നോക്കാൻ. അത് ഏത് ഡോക്ടറെ അടുത്തേക്കാ പോവാ അറിയോ അമ്മ? മഞ്ചക്കല്ലിലെ ഡയബറ്റീസ് ആസ്പത്രി ഉണ്ട്, മോഡേൺ മെഡിക്കെയർ. നല്ല ഡോക്ടറാട്ടോ, വിദഗ്ധ ഡോക്ടറാണ്. അമ്മ മഞ്ചക്കല്ലിലത്തെ മോഡേൺ മെഡിക്കെയർ എന്നാട്ടോ ഹോസ്പിറ്റലിന്റെ പേര്. അമ്മ 16 വർഷമായിട്ട് അവിടുത്തെ ഗുളിക മരുന്നും കഴിച്ചോണ്ടിരിക്കുക. ഇപ്പൊ എന്താ അറിയില്ല, ചൂടും ടെൻഷനും എല്ലാം കാരണം അമ്മയ്ക്ക് ഷുഗർ കൂടിക്കണ്ണാണ്. അപ്പൊ അമ്മയുടെ ഒരു ഐഡിയ എന്താണെന്നറിയോ? ചിലപ്പോ അമ്മ രാവിലെ ഉലുവട്ട വെള്ളം കുടിക്കാറുണ്ട്. ഉലുവ ഇന്നലെ അമ്മ ഇത്തിരി കള്ളത്തിയായി, ഉലുവ കഴുകി വെള്ളത്തിലിട്ടില്ല. അപ്പൊ എന്നാ അമ്മ ഐഡിയ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കണ്ടോ, ഇങ്ങനത്തെ ചെമ്പരത്തി പൂവ് 2 എടുക്കും അമ്മ. കണ്ടല്ലോ, ഇങ്ങനത്തെ ചെമ്പരത്തി പൂ 2. ഇപ്പൊ ഒന്നേ കിട്ടിയുള്ളൂ, ഒന്ന് നമ്മളെ വീട്ടിലുണ്ട്. അത് അമ്മ അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് ഒന്നേ കിട്ടിയുള്ളൂ, ഒന്ന് വീട്ടിലുണ്ടായിരിക്കണം. അപ്പൊ ഒന്ന് മതി. ഇത് നമ്മളെ എന്താ ചെയ്യാന്നറിയോ? നമുക്ക് ഈ ചെമ്പരത്തി പൂ മാത്രം പോരാട്ടോ, ഇതിന് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പൊ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ലെവൽ കുറച്ച് കുറയൂട്ടോ. നിങ്ങളില് ഷുഗർ ലെവൽ കുറയൂട്ടോ. അതിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങള് ഇങ്ങനെ ചെയ്തു നോക്കിക്കോളൂ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതെന്താ ചെയ്യാന്ന് അമ്മ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി വേണേ. അതിന് പോവാണ് അമ്മതിയനെ. ഇന്നലെ മഴ പെയ്തു കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്തു? നിങ്ങൾക്കൊക്കെ വേനൽ മഴ കിട്ടിക്കണ്ണു ഇന്നലെ ഇവിടെ. നല്ല കണ്ടോ, നമ്മളെ കഴുങ്ങിനൊക്കെ കണ്ടോ, നമ്മള് നെല്ല് ചെറിയന്റെ ഒക്കെ കൊടുന്നിട്ടതാണ് കണ്ടോ, ഒക്കെ മുളച്ചെണ്ണുണ്ടോ. ഈ മണ്ണിലേക്ക് ഒക്കെ മുളച്ചു. നമ്മളെ കഴുങ്ങക്കൂടെ കണ്ടോ, എല്ലായിടത്തും കൂടി മുളച്ചു. അപ്പൊ അമ്മ പോണ സ്ഥലങ്ങൾ കണ്ടോളി. നല്ല വഴി കൂടെ അങ്ങനെ പോവുകയാണ് അമ്മ. എന്താണ് ഞാൻ എനിക്ക് വേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ കഴുങ്ങിന്റെ തെയ്യോളൊക്കെ കണ്ടോ, ഇത് അമ്മയും കൂടിട്ടോ. ഈ കഴുങ്ങ് വെക്കാൻ അച്ഛന്റെ ഒപ്പം ഇത് തടെടുക്കാനൊക്കെ അമ്മയും കൂടി. കണ്ടോ, ഇപ്പൊ അതിന് 4 വർഷം പ്രായമായി. ഇതൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മള് പുഴയിന്ന് വെള്ളം കൊടുത്തിട്ട് നനച്ചിരുന്നു വേനലിന്. അതും അമ്മ കൂടൂട്ടോ. അമ്മക്ക് കൈക്കോട്ടോണ്ട് അത്ര പണിയെടുക്കാൻ അറിയില്ലെങ്കിലും ഈ കഴുങ്ങും തെയ്യ് വെക്കാൻ കൂടുക, പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിന്റെ അടിയിൽ കൂടെ, അതൊക്കെ അമ്മ ചെയ്യൂട്ടോ. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ചില സമയത്തുള്ള പണികളാണ്. അമ്മയ്ക്ക് എന്നും അടുക്കള ജോലി കഴിഞ്ഞാൽ അമ്മ അച്ഛന്റെ കൂടെ സഹായത്തിന് ഇങ്ങനെ ഇറങ്ങും. പശുക്കുട്ടിക്കുള്ള പുല്ല് എരിയ, ഈ പുല്ലൊക്കെ അമ്മ എരിഞ്ഞിട്ട് കൊണ്ടുപോയതാ. അതിപ്പോ വീഡിയോ എടുക്കണ സമയത്ത് അമ്മയ്ക്ക് എന്റെ ഹെൽപ്പർ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, ക്യാമറ കുട്ടി. അപ്പൊ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെ നമ്മുടെ പഴയ കലാവിരുദ്ധം നിങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. അപ്പൊ കണ്ടോ, ഈ കഴുങ്ങ കുട്ടിക്കൊക്കെ എന്തോ അസുഖ കുട്ടികളെ കണ്ടല്ലോ. ഈ കഴുങ്ങ കുട്ടിയൊക്കെ കണ്ടോ, നല്ല നന്നായി. കണ്ട അടയ്ക്ക കുട്ടികള്, കാട്ടുകുട്ട അടയ്ക്കക്കുട്ടി കുട്ട കാട്ടിക്കൊടുക്ക കുട്ടികൾക്ക് കണ്ടോ, എത്ര ചെറുതാ കണ്ടോ. ഈ അടയ്ക്കയുടെ പേരെന്താ? അത് മംഗളേന തോന്നുന്നു, മംഗളെ തോന്നുന്നു ഈ അടയ്ക്ക. നമ്മളെ കഴുങ്ങൻ തോട്ടാണ്. കുഞ്ഞേ അടയ്ക്കകളെല്ലാം കാട്ടിക്കൊടുക്കുക, എല്ലാരും കാണട്ടെ. കണ്ടല്ലോ, ഇതൊക്കെ അമ്മടി അച്ഛന്റെ അധ്വാനാണ്. കൂടെ കൂടും ഞാനും, ഒപ്പം കൂടും അടുക്കള പണി കഴിഞ്ഞ. ഇപ്പൊ നമ്മൾ എവിടെ എത്തിന്നറിയോ? നാരകത്തിന്റെ അടുത്ത് എത്തി. അമ്മ അതിലേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അമ്മ പറഞ്ഞിരുന്നില്ലേ? കുഞ്ഞു നാരങ്ങകൾ നിറയെ ഉണ്ട്. ഇതിന്റെ മൂത്തത് നോക്കി കുത്താതെ, മുള്ളു കുത്താതെ ഒരു നാരങ്ങ. എന്നാ പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഉള്ളതാണ്, പണി പാടും. അമ്മേ മുള്ളു കുത്തണം, അതാ കണ്ടോ. ഒക്കെ വലുതൊക്കെ കൊടുത്തു. നമ്മളൊരു നാരകമരം ചതിപ്പെട്ടു കുട്ടികളെ, വീണു. വലിയൊരു നാരകമരം, നമ്മളെ വടുവപ്പുളിയുടെ ഒരു മരം വീണു. അതാ മൂലയില് വീണ് കിടക്കുന്നു. മരാന്നറിയോ? ഈ അടുത്തുള്ളവർക്ക് മുഴുവനും നമ്മൾ നാരങ്ങ കൊടുത്തു. ആരെങ്കിലും കിട്ടാത്തവരുണ്ടോ ഒന്നും അറിയില്ല. കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവര് വന്നോളുണ്ടു. ഇതെങ്കിലും ഇനിയുണ്ട്, അപ്പൊ അറുത്ത് തരണ്ടേ. ഈ വീഡിയോ കാണുന്നവര് വന്ന അറുത്ത് തരണ്ടേ. കൊടുക്കണതിനൊരു മടിയില്ല. പക്ഷെ എനിക്ക് വേനൽക്കാലമായിട്ട് ഇപ്പൊ ചൂട് കാരണം ഭയങ്കര ക്ഷീണം. എനിക്ക് എവിടേക്കും പോവാൻ വയ്ക്കുന്നില്ല. ഡോക്ടർ ഗുളിക മാറ്റി എഴുതി. അതോടുകൂടി ഞാൻ ആകെ തളർന്നു. ഇപ്പൊ ഒരാഴ്ച എനിക്ക് ഒന്നിനും വയ്യ. ആ സമയത്താ നാരങ്ങ അച്ചാറിടുന്നത് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ നുറുക്കി ആദ്യമായിട്ട് അച്ചാറ്. അപ്പോഴേക്കും നാരങ്ങ കുറച്ച് പഴകിയുണ്ട്. പുതിയ നാരകമരം ഈ കൊല്ലം ആദ്യമായിട്ട് കായ്ച്ചതാണ്. ആദ്യം തന്നെ വീണു. അത് കണ്ടോ, നല്ല കാറ്റും മഴയിലും അത് വീണു. അപകടം വരുത്തി വെച്ച കാറ്റായിരുന്നു. നമ്മളോടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. രാത്രി ഞാനൊരു ഇത് ഇട്ടായിരുന്നല്ലോ, വീഡിയോ ഇട്ടായിരുന്നല്ലോ അന്ന്, മെഴുകുതിരി വെട്ടത്തിൽ നിങ്ങൾ കണ്ടതല്ലേ. ആ ദിവസമായിരുന്നു നമ്മളെ ഈ നാരകമരം വീണ ദിവസം. ദുഃഖമായി മക്കളെ. 1000 നാരങ്ങ ഉണ്ടായിരുന്നു, 1000.
അപ്പൊ വടുവപ്പുളിമ്പില് 1000 നാരങ്ങ ആദ്യത്തെ കൊല്ലം കായ്ക്കുക പറഞ്ഞാൽ അതെന്തോ കണ്ണിട്ട് പോയി എന്നാ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ണേറിന് ഉപ്പ് ഉപയോഗിച്ചോളൂ കേട്ടോ. എന്തിനും ഉപ്പ് നല്ലതാണേ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി. ഇനി ഒരു പൂവ് നമ്മളെ വീട്ടിലിരിക്കണ്ട്, നേരത്തെ പൊട്ടിച്ചതാ. നീ കാണിച്ചു തരാം അതുകൊണ്ട് എന്താ അമ്മ ചെയ്യാന്ന്. വളരെ മോശ കുട്ടിയോളെ. അന്ന് അമ്മ ചെറുനാരങ്ങയുടെ ആരെയൊക്കെ കണ്ടു അറിയില്ല, ചെറുനാരങ്ങയുടെ ഒക്കെ കാണിച്ചു തന്നിരുന്നില്ലേ. അന്ന് ഇത്തിരി വേനൽക്കാലായിരുന്നു. ഇപ്പൊ നമ്മളവിടെ ഒരു മഴ പെയ്യോണ്ടേ വരുമ്പോ ഒന്നുമില്ല. ഇപ്പൊ പശുക്കളൊക്കെ ഉള്ളവര് കുറവാ. നമ്മളോടൊരു പശുക്കുട്ടി ഉണ്ട്, പക്ഷെ ലോകത്ത് പശുക്കളൊന്നുമില്ല. പശുക്കളൊക്കെ വേണേ. പിന്നെ നമ്മൾ നെല്ല് നട്ടിരുന്ന സ്ഥലം അപ്പൊ ഈ കഴുങ്ങൊക്കെ നട്ടത് നെല്ല്. അപ്പൊ ഇവിടെ എന്ത് വൃത്തിയായിരുന്നു എന്നറിയോ, വരമ്പൊക്കെ നന്നായി പൊതിഞ്ഞ്. നമ്മളെ വീട്ടിലെ തെച്ചിമരം കണ്ടോ, നല്ല തെച്ചി കേട്ടോ. ഇത് നമുക്ക് എണ്ണ കാച്ചി തേച്ചാ നീരിറക്കൊന്നും ഉണ്ടാവില്ല. തെച്ചിപ്പൂ മാത്രം പോരാ, അതിന്റെ കൂടെ കറിവേപ്പില, പിന്നെ 2 മണി ജീരകം, കുറച്ച് കുരുമുളക്, ഇങ്ങനെയൊക്കെ ഇട്ട് നമ്മള് സ്ഥിരം രാത്രി അമ്മ അന്ന് കണ്ടിരുന്നില്ല, ഓയിൽ മസാജിന് ചെയ്ത് കണ്ടില്ലേ തെച്ചിപ്പൂവൊക്കെ. അത് നല്ലതാ. കുട്ടിക്കാലം മുതലേ നമ്മള് കുട്ടികൾക്ക് ചെവി വേദനയൊന്നും വരാതിരിക്കാൻ ഇങ്ങനെ പേൻ ശല്യം, കുരുമുളകൊക്കെ ഇട്ട് ഇതാക്കിയ എണ്ണേ പേൻ ശല്യം ഒന്നും വരില്ല. അപ്പൊ നമ്മളോടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ ശീലിച്ചിട്ടാണ് ഇവിടുത്തെ മക്കൾക്ക് ഞാൻ അങ്ങനെയായിരുന്നു ശീലിച്ചിരുന്നത്. പിന്നെ മകളുടെ കുട്ടികൾക്കും അങ്ങനെ ചെയ്തു കൊടുക്കും ഞാൻ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ട് എണ്ണ കാച്ചി ശീലം. പക്ഷെ നമുക്ക് ഭൃംഗരാജ്, അന്ന് കഞ്ഞുണ്ണി എന്നാട്ടോ അതിന് പറയാ. ഇപ്പൊ ഇവിടെ ഞാന് വീട്ടില് ഒരുപാടാണ് കേട്ടോ. എന്റെ വീട് വീട്ടിക്കാടാണ്, ഒരു കുഗ്രാമാണ്. ഇതും കുഗ്രാമം തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെ പാടത്തു കൂടെയൊക്കെ കഞ്ഞുണ്ണി, ഭൃംഗരാജ് എന്നൊക്കെ പറയണപ്പോ അതിനെ നമ്മള് അന്ന് കഞ്ഞുണ്ണി പറഞ്ഞ ശീല അത് ഇഷ്ടം പോലെയാണ്. അപ്പൊ നമ്മള് ആ ചാറും അതിന്റെ ഒപ്പം എണ്ണ എത്രയാണോ അത് ഇടിച്ചു പിഴിഞ്ഞ്, അന്നൊന്നും മിക്സ് ഇല്ല, എത്രയാണോ ഇടിച്ചു പിഴിഞ്ഞ് ചാറ് കിട്ടി വെച്ചാ സമം വെളിച്ചെണ്ണയും കൂട്ടി എണ്ണ കാച്ചിയ മുടി കറുത്ത് പൊഞ്ഞു വരും. പണ്ടൊന്നും അമ്മയ്ക്കൊന്നും അങ്ങനെ നര ഉണ്ടായിരുന്നില്ല, അങ്ങനെ നിറുകി നരയ്ക്കണ ഒരു അസുഖമൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കഞ്ഞുണ്ണി എണ്ണയൊക്കെ തേച്ചിട്ടാണത്. എന്താ വെച്ചാ നമുക്ക് ഇപ്പൊ അങ്ങനെയൊന്നുള്ള എണ്ണ തേക്കണില്ല ആൾക്കാര്. എളുപ്പത്തിന് കാച്ചാൻ മടിച്ചിട്ട് വാങ്ങണ എണ്ണയൊക്കെയാണ്. അതിലേക്ക് എത്രണ്ട് കെമിക്കല് വരുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ കാച്ചി തേക്കണ എണ്ണ, അപ്പൊ അതിനൊരു ഗുണം കൂടുതലാ. പിന്നെ എണ്ണ മൂപ്പേറാതെ എന്തുപോലെ ശ്രദ്ധിക്കണം എന്നറിയോ, നമ്മളെ കോഴിമുട്ട പൊരിക്കില്ലേ, അങ്ങനെ പിടിച്ചാൽ അങ്ങനെ എണ്ണ എപ്പോഴും മൂക്കാവുള്ളൂ കേട്ടോ. കടുമുടുന്നനെ എണ്ണയുടെ കക്കൻ പാടില്ല. കലിക്കൻ അതിന് പറയണത്, ഞാൻ കക്കൻ എന്നാ പറയണത് അല്ലെ. അതങ്ങനെ പാടില്ല കേട്ടോ. അപ്പൊ നമ്മളതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് എണ്ണ കാച്ചണോരെ, അല്ലെങ്കിൽ അതിലും ഭേദം പച്ച വെളിച്ചെണ്ണ തേക്കുകയാണ്. എന്നാ പിന്നെ പേടിക്കണ്ടല്ലോ, അത് മൂപ്പേറിയ പേടി. അപ്പൊ കാച്ചണോരെ നല്ല ശ്രദ്ധിക്കണം. എല്ലാം ഇപ്പൊ ചെമ്പരത്തിപ്പൂ കൊണ്ടൊക്കെ എണ്ണ ഉണ്ടേ. അപ്പൊ നമ്മൾ ഈ കറിവേപ്പിന്റെ ഇല, ചെമ്പരത്തിപ്പൂ ഇലയൊക്കെ അതിൽ ഇടുകയാണ്. അപ്പൊ അങ്ങനെ ഒന്നിങ്ങനെ പൊട്ടി തോന്നുമ്പോഴേക്ക് നിർത്തുക. കറിവേപ്പിന്റെ ഇലയൊക്കെ പിടിച്ചാലേ അതാണ് പാകം. ഇനി നമ്മ കാണിച്ചു തരാം അമ്മ കുടിക്കുന്ന ഡ്രിങ്ക് എന്തൊക്കെയാണ്. അമ്മ അതിനെ ആദ്യം എന്താ ചെയ്താൽ അറിയോ, ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇനി അത് തിളക്കട്ടെ. തിളച്ചിട്ട് എന്താ നമ്മൾ ചെയ്യാച്ചാല് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവ് നന്നായി കഴുകിട്ടോ. ഇതിലിങ്ങനെ വെള്ളം തുറന്നിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, നന്നായി കഴുകി നമ്മൾ ചെമ്പരത്തിപ്പൂവ്. കണ്ടോ, 2 പൂവുണ്ട് അതില്, കണ്ടല്ലോ. അത്രേ പാടുള്ളൂ കേട്ടോ. 2 പൂവേ നിങ്ങൾ എടുക്കണ്ടു. 2-ലധികം പൂവിട്ട് വെള്ളം കുടിക്കരുത്. അങ്ങനെ ഗ്ലാസ്സിലേക്ക് കണ്ടല്ലോ. ഈ ചെമ്പരത്തിപ്പൂ നമ്മൾ ഇതിൽ ഇട്ട് വെക്കുകയാണ്. ഇനി വെള്ളം തിളച്ച അതിന്റെ മുകളിൽ ഇത് അരിപ്പ വേണമെന്നില്ല, ഇനിയിപ്പോ കാണിക്കട്ടെ. തിളക്കട്ട്. കണ്ടോ, നമ്മൾ കൊടുന്ന ചെറുനാരങ്ങ നടുമുറിച്ചു. ഈ നമ്മളെ വെള്ളം നന്നായി തിളച്ചു. ഇനി നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു വെക്കുകയാണ്. അല്ലാതെ നമ്മൾ പൂവ് ഇട്ടിട്ട് തിളക്കരുത് കേട്ടോ. പൂവിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വഴുപ്പുണ്ട്, കണ്ടല്ലോ. ഇനി പെട്ടെന്ന് നമ്മളിത് ഈ പൂവ് മാറ്റും വേണം ഇതൊന്നും എടുത്തിട്ട്. അപ്പൊ നമുക്ക് ആ വഴുപ്പ് ഉണ്ടാവില്ല. ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മ ഈ പൂവും കൂടെ തന്നെ എടുക്കട്ടെ. കണ്ടല്ലോ, കണ്ടോ, കളർ നന്നായി പിടിച്ച്. കണ്ടല്ലോ, ഒന്ന് തിളക്കിയേ പാടില്ല. തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിക്കാനേ പാടുള്ളൂ. കണ്ടല്ലോ, നല്ല പഴുപ്പ് വരുള്ളൂ. അപ്പൊ നമുക്ക് കുടിക്കാനൊരു സുഖമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുക, കണ്ട ചെറുനാരങ്ങ പിഴിഞ്ഞാൽ ഒഴിക്കുക. ഒരു ചെറുനാരങ്ങ ധാരാളം. കളറ് മാറി വരുന്നുണ്ടോ, നല്ല റെഡിഷ് കളറായിട്ടോ, നല്ല ചുവപ്പ് കളറായി. കണ്ടല്ലോ, കാപ്പി കളറ്, ബ്രൗൺ അല്ലായിരുന്നു ഇതിന്റെ കളറ്. ഇത് നമ്മളെ വീട്ടിലത്തെ നാരങ്ങ കൊണ്ട് പിഴിയാൻ നല്ല പ്രയാസ കുട്ടികളെ. ഈ ഷുഗർ കാരണം കൈവിരലുകൾക്കൊക്കെ വേദന ഉണ്ട് എനിക്കിപ്പോ. അപ്പൊ പിഴിഞ്ഞാലൊന്നും കിട്ടണില്ല. കണ്ടല്ലോ, ഇതിന്റെ കളറ് കണ്ടല്ലോ. ഇനിയിപ്പോ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല കളറായി. കണ്ടല്ലോ, ഇത് നമ്മൾ നല്ല റെഡ് കളറാട്ടോ. ഇവിടെ ഇനിയിപ്പോ വീഡിയോയുടെ കളറിന് വ്യത്യാസം ഉണ്ടോ അറിയില്ല.
നല്ല ചുവപ്പ് കളറാണത്. ഇതിന് നമ്മളൊരു ഗ്ലാസ് ഇപ്പൊ കുടിച്ചാൽ നമുക്ക് നാളെ ഷുഗർ നോക്കുമ്പോൾ എത്രയായാലും ഒരു ഇപ്പൊ 200 ഷുഗർ ഉണ്ടെങ്കിൽ നാളേക്ക് എന്തായാലും നമുക്കൊരു 30 കമ്മിയായി കിട്ടുന്നുള്ളതാണ് ഞാൻ ഇപ്പൊ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിക്കോളൂ, പേടിക്കൊന്നും വേണ്ട. ഞാനിത് കുറെ കാലമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം ആറിയിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ. ഇത് തണുക്കണം കേട്ടോ, അത് കുടിക്കണമെങ്കിൽ ചൂടുന്നനെ കുടിക്കാൻ പാടില്ല. അതൊന്ന് അരിച്ചു. ഇനിയിപ്പോ നാരങ്ങയുടെ കുരു ഉണ്ടോ വിചാരിച്ചിട്ട് ഇതിൽ പഞ്ചസാര ഇട്ട് കുടിക്കണവർക്ക് അങ്ങനെ ഒരു ജ്യൂസായിട്ട് കുടിക്കാം തണുപ്പിച്ചതിന്റെ ശേഷം. അല്ല ഇനി നമുക്ക് നാരങ്ങ ഉപ്പിട്ടിട്ടാണെങ്കിൽ അങ്ങനെയും കുടിക്കാം. ഇത് ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഇത് ചുണ്ട് ചുവക്കും, മുടി വളരും, എല്ലാം ഇതിനെ കൊണ്ട് പറയണ്ട. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഡ്രിങ്ക്സ് ആണ്. പക്ഷെ ഞാൻ കുടിക്കുന്നത് പറഞ്ഞാൽ ചുണ്ട് ചുവക്കുകയും മുടി വളരുക അതൊന്നും ഉദ്ദേശമല്ല. എനിക്ക് ഷുഗർ നോർമൽ ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് ശേഷം ഞാൻ ഇത് കുടിക്കാറുണ്ട്. നാളെ ഇനി ഷുഗർ നോക്കാൻ പോവുകയാണെ. ഇതൊരു കുഴപ്പമില്ല, അഭിരുചി ഒന്നുമില്ല, കുടിച്ച് കാണിക്കാവേ. സൂപ്പറാട്ടോ, പുളിയുണ്ട്, ഒന്നും അറിയില്ല. നമുക്ക് വെറും ലൈം ജ്യൂസ് കുടിക്കാൻ തോന്നും. ഇപ്പൊ ഞാൻ ഉപ്പിട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല, ഒന്നുമില്ല. വെറും ലൈം ജ്യൂസ് കുടിക്കണ പോലെയാണ് കേട്ടോ. ഇതെല്ലാവർക്കും കുടിക്കാം, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കുടിക്കാം. ഇവിടെ പണിക്ക് ആളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, നമ്മൾക്ക് ആശാരിമാരി കട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളവരെ. അപ്പൊ എനിക്ക് അന്ന് ഒരു ജ്യൂസും കൊടുക്കാനില്ല. അവർക്ക് ചായ കൊടുക്കണ നേരമല്ല, വേനൽക്കാലാണ്. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ചെമ്പരത്തി പൂ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പൊ ഞാനിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുറച്ചൊരു 5-6 ചെമ്പരത്തി പൂ കൊണ്ട് 3 ആൾക്ക് കൊടുക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് തണുപ്പിച്ച് ഇങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അവരോട് ഞാൻ ചോദിച്ചു ഇത് എന്ത് ജ്യൂസാന്ന് അറിയോ? ഇല്ല ചേച്ചി, ഇത് പിന്നെ ഗൾഫിൽ നിന്ന് കൊടുന്നതാവുമല്ലേ എന്നോട്. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല കേട്ടോ, അത് നമ്മളെ നാടൻ ചെമ്പരത്തി പൂവ് ഞങ്ങൾ പൊട്ടിച്ചു കൊണ്ടുവന്നത് കണ്ടുവോ ചോദിച്ചു. ഇല്ല ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പൊട്ടിച്ചു കൊടുന്നു, അങ്ങനെ ചെമ്പരത്തി ജ്യൂസാണ്. അപ്പൊ അവര് ഇങ്ങനെ കാണിച്ചു കുടിച്ചിട്ട്. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ അത് എല്ലാവർക്കും കുടിക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ ഈ വീഡിയോ. പിന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതുതായിട്ടുള്ളവർ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ. ആ ബെല്ലൈക്കനും കൂടി അമർത്തിക്കോളൂ. എന്നാൽ അമ്മ പുതിയ വീഡിയോകൾ ഇട്ടുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരും കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നമസ്കാരം.